സിനിമ അറിയാം എന്നുള്ളതാണ് എൻ്റെ ചങ്കൂറ്റം. ഞാൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ സിനിമയിൽ നിന്ന് ഇങ്ങനെ മാറി പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ടുള്ള അങ്ങനെ അല്ലായിരുന്നു നമ്മളൊക്കെ ഇത് ചെയ്തത്. ഞാൻ ഡയറക്റ്റ് ചെയ്യാനിരിക്കുന്ന പടം ത്രില്ലറാണ്. എമ്പുരാൻ്റെ എഫക്റ്റ് ആയിരിക്കും അല്ലേ, ഇന്നടുത്ത ഷോ കളിച്ചില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ WCC എന്നുള്ള ഒരു സംഭവത്തിലോട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യത്തിൽ. ഹായ് എവ്രിവൺ, വെൽക്കം ടു ബോഹോ മീഡിയ. എമ്പുരാൻ എന്ന ബ്രഹ്മാണ്ഡ സിനിമയുടെ തരംഗത്തിലാണല്ലേ എല്ലാവരും, കേരളത്തിലെല്ലാവരും, ഇന്ത്യയിൽ, വേൾഡ് വൈഡ്. അങ്ങനെ അത്രയും ഒരു തരംഗം നിൽക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു സിനിമ റിലീസ് ചെയ്യാനെടുത്ത ഒരു ധൈര്യമുള്ള ഒരു പ്രൊഡ്യൂസറാണിന്ന് നമ്മളുടെ കൂടെ ഉള്ളത്, ആൻഡ് സരിക. വെൽക്കം ടു ബോഹോ മീഡിയ. താങ്ക് യു. ഈ ചങ്കൂറ്റം എവിടെ നേട്ടി? സിനിമ അറിയാം എന്നുള്ളതാണ് എൻ്റെ ചങ്കൂറ്റം. പിന്നല്ല. ഇനിയും സിനിമകൾ മുന്നോട്ട് പോകുമ്പം 1 by 1 ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതോ ഡയറക്ഷനാണോ? ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇത് കുറച്ച് പ്രൊജക്ട്സ് നമ്മൾ ലൈൻഡപ്പാണ്. ഡയറക്ഷൻ പ്രൊജക്റ്റും ഉണ്ട്. 90% പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ആണുങ്ങളാണ്. ആ ഒരു മേഖലയിലേക്ക് ഒരു ഫീമെയിൽ പ്രൊഡ്യൂസറായിട്ട് എൻട്രി ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഫീല്? എനിക്ക് നേരത്തെ തൊട്ടേ നമ്മൾ സിനിമയിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് പുതുമായിട്ടൊന്നും ഒരു ഇതായിട്ട് തോന്നിയില്ല. പ്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ ആദ്യമായിട്ടാണ്. നേരത്തെ ഒരു ഇത് ചെയ്തിരുന്നു, പക്ഷെ എന്നാലും ഞാനും എൻ്റെ പാർട്ട്ണറും കൂടി ഒരു സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസ് എന്ന ബാനറിൽ നമ്മുടെ ആദ്യത്തെ പടമാണിത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. ശരി, ഞാനൊരു പ്രൊഡ്യൂസറാകാം എന്ന് കരുതിയ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് എപ്പോഴാണ്? ഞാൻ ആക്ച്വലി അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതിലൊരു 5-5.5 വർഷമായി ഇരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യമായിട്ട് പടം ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസേഴ്സിന് ഇത് ചെയ്യണം, കഥ, കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ആയിട്ട് ഞാനിവിടെ എറണാകുളത്ത് വന്നിട്ടൊരു 5-5.5 വർഷമായിട്ട് ഇതിനു വേണ്ടി മാത്രം ഞാനിങ്ങനെ നിൽക്കുക. നമുക്ക് നമ്മളുടെ ആ ഒരു സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ സ്റ്റോറി എൻ്റെ ഒരു ഫ്രണ്ട് ജോബി വർഗീസ് എന്ന് പറഞ്ഞ ജോബി ചേട്ടനാണ്. നമ്മൾ സ്ക്രീൻ പ്ലേ ഞാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. പ്രൊഡ്യൂസേഴ്സിനെ കണ്ടു, കാര്യങ്ങൾ, അപ്പം ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ്സ്, ഇത് എല്ലാം കൂടി ഇങ്ങനെ അങ്ങ് കുറേ ആയിട്ട് ഇങ്ങനെ നീണ്ട് അങ്ങ് പോവുക. അതിനിരിക്കുമ്പം ഞാൻ മേരിയ വാസുനോ എന്നുള്ളൊരു മൂവി ജയസൂര്യ മഞ്ജു വാര്യർ അത് പ്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പ്രൊഡ്യൂസർ രാകേഷ് ഏട്ടനാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഓക്കെ, നമ്മുടെ പടം നമ്മളിങ്ങനെ എത്ര പേരോട് നമ്മളിങ്ങനെ ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കണം, കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, നമുക്ക് എന്താ പറയുക, അങ്ങനെ അങ്ങ് ചെയ്യാം എന്നോർത്തു. നമ്മൾ മേരിയാവാസിനോ തുടങ്ങി കുറച്ചിത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പടം തുടങ്ങാനുള്ള ഒരു ഇത് വന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പം നമ്മൾ ആ പ്രീ പ്രൊഡക്ഷൻ ഒന്ന് മാറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രൊജക്റ്റ് വന്നത്, അഭിലാഷ്. അപ്പോൾ എന്നാൽ ഞാനും എൻ്റെ പാർട്ട്ണറുണ്ട് ശങ്കർദാസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസ് എന്നുള്ളൊരു ബാനറിൽ ഞങ്ങളുടെ ആദ്യത്തെ പടമാണ് അഭിലാഷം. ഇനിയും ബാക്ക് ടു ബാക്ക് പടങ്ങളുണ്ട്, ലൈൻഡപ്പാണ്. അപ്പോൾ ഈ പടം നമ്മളിപ്പോൾ അങ്ങനെയാണ് പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. ഇൻഡസ്ട്രിയിലേക്ക്, ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? സിനിമ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചിലേ തൊട്ടേ. അപ്പോൾ എനിക്ക് കുറേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മളിങ്ങനെ എന്താ പറയുക, ഓരോ പരിപാടികൾക്കൊക്കെ എനിക്ക് മൂവിയിൽ നേരത്തെ ചാൻസ് കിട്ടിയിട്ടുണ്ട്, അഭിനയിക്കാൻ കിട്ടിയിട്ടുണ്ട്, പാട്ട് ഒക്കെ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒന്നെങ്കിൽ ഞാൻ ഹൈസ്കൂളായിരിക്കും, 10th ആയിരിക്കും, ആ രീതിയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, വീട്ടിൽ നിന്നൊക്കെ അന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അവർക്ക് അറിയത്തില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ടുള്ള ഇത്. അപ്പോൾ അന്നൊക്കെ നമുക്ക് എന്ത് ഭയങ്കര ഇറിറ്റേഷനൊക്കെ പപ്പയോടും മമ്മിയോടൊക്കെ തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഇപ്പം തോന്നുമ്പോൾ ആലോചിക്കുമ്പോൾ അത് നല്ല കാര്യമായിരുന്നു എന്നുള്ള ഒരിതുണ്ട്. ഇപ്പം ഞാൻ എന്താ പറയുക, പപ്പ അന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് അത് മനസ്സിലാവുന്ന ഒരു സമയത്ത്, നിനക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സമയത്ത് നിനക്ക് വേണ്ടാണെങ്കിൽ അത് നിനക്ക് വരും.
അപ്പോഴത്തേക്കും നിനക്ക് തോന്നുവാണെങ്കിൽ പിക്കോ എന്നുള്ള രീതി അങ്ങനെ ഇരുന്നു. പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ വിഷമമാണ്, പോകാൻ പറ്റിയില്ലല്ലോ, ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പം ലെനിൻ രാജേന്ദ്രൻ സാറ്, ഞാൻ പുള്ളിയുടെ കൂടെയാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പപ്പായുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഷൂട്ട് കാണാനായിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് അവിടെ പോയി നിന്ന് ഷൂട്ട് കാണും. ഈ ആദ്യം ഞാൻ പുള്ളിയുടെ കൂടെ അങ്ങനെ പോയി കണ്ട സിനിമ രാത്രി മഴ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിലാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ആയിട്ട് ഡിറക്ഷനായിരുന്നു എൻ്റെ ഇത്. അപ്പം നമ്മളിങ്ങനെ അങ്ങനെ നിന്നാണ് ഇതിലേക്കുള്ളൊരു കൂടുതലൊരിത് വന്നത്. പിന്നെ 2010 ഞാൻ ബാംഗ്ലൂർ പഠിക്കുക കേട്ടോ. അപ്പോൾ 2010 ഞാൻ മകരമഞ്ഞ് എന്ന് പറയുന്ന പടത്തിൻ്റെ ഇതിനു വേണ്ടി ലെൻസാൻ്റെ കൂടെ വർക്ക് ചെയ്ത് അതിനകത്ത് തന്നെ ആക്ട് ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു. പക്ഷെ എനിക്കത് ബിഹൈൻഡ് ദ ക്യാം നിൽക്കാനായിരുന്നു ഇഷ്ടം. അത് വേറൊന്നുമില്ല, അന്ന് പേടിയായിരുന്നു. ആക്ടിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? പേടിയായിരുന്നു, പേടിയുണ്ടായിരുന്നു. എങ്ങനെ ക്യാമറ ഫേസ് ചെയ്യണം അതൊന്നും അന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും പേരുടെ മുന്നിൽ അഭിനയിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ ലെൻസാനോട് ഞാൻ വേണ്ട കോസ്റ്റ്യൂം തന്നെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്തത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പടം. ആ സമയത്ത് തന്നെ ഒരു തമിഴ് പടം ഉണ്ടായിരുന്നു, സുഴൽ എന്ന് പറയുന്നൊരു പടം. ജയകുമാർ എന്ന് പറഞ്ഞ നമ്മുടെ ഇവിടെ ഒരു മലയാളി ഡയറക്ടറാണ്, പുള്ളി ചെയ്ത ഒരു തമിഴ് പടം ഞാൻ കോസ്റ്റ്യൂം ചെയ്തായിരുന്നു. പഠിച്ചതൊക്കെ വ്യത്യസ്തമായ ഒരു ഇൻഡസ്ട്രിയിലാണെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ എവിടെയാണ് പഠിച്ചത്, എന്താണ് പഠിച്ചത്? ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ഞാൻ ബിഫാം ആയിരുന്നു. ബിഫാം കഴിഞ്ഞിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബിഫാമിൽ ഞാൻ ജോലി ചെയ്തിട്ടേ ഇല്ല സത്യത്തിൽ. അതിങ്ങനെ പഠിച്ചതിനകത്ത് ജോലി ചെയ്തിട്ടേ ഇല്ല. ഫാഷൻ ഡിസൈനിങ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പണ്ടേ. നമുക്ക് സിനിമയോടുള്ള പാഷൻ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കന്ന് നെഫ്റ്റിൽ പഠിക്കണം എന്നായിരുന്നു, നടന്നില്ല. ഞാനത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പഠിച്ചു, ബിഫാം കഴിഞ്ഞിട്ട്. 90% ആണുങ്ങളാണ് കൂടുതലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ആയിട്ട് കടന്ന് ചെന്നപ്പോഴത്തേക്ക് പ്രൊഡ്യൂസറായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഒരു റെസ്പോൺസ്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഞാനിങ്ങനെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ തന്നെയാണ് നമ്മുടെ ചുറ്റും ഉള്ളത്. പിന്നെ ഇങ്ങനെ ഞാൻ ഈ സമയം തൊട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നതുകൊണ്ട് എനിക്കത് ഒരു പുതിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രൊഡ്യൂസർ എന്ന നിലയിൽ അത് പുതിയതാണ്. അതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഇത് അല്ലാതെ എനിക്കങ്ങനെ ഒരു വേറൊരു പുതിയ കാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. സിനിമയിൽ ഞാൻ എന്തോ ഒരു വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഫീൽ ചെയ്തോളൂ, അങ്ങനെയാണോ? ഞാൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ സിനിമയിൽ നിന്ന് ഇങ്ങനെ മാറി പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ടുള്ള അങ്ങനെ അല്ലായിരുന്നു നമ്മളൊക്കെ ഇത് ചെയ്തത്. നമ്മളെപ്പോഴും സെറ്റിലായാലും അത് നമ്മളെല്ലാവരോടും അങ്ങനെ ആയിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും നമുക്ക് എല്ലാവരുമായിട്ടും നല്ല അങ്ങനെ അത് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഇതായിട്ട് മാറി അങ്ങനെയൊന്നുള്ള ഒരു ഇതൊന്നും തോന്നിയില്ല, പുതിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ആ സെറ്റൊക്കെ മാനേജ് ചെയ്തപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു? ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അഭിലാഷിതൻ്റെ സെറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്. നമ്മൾ ശങ്കർജി എന്ന് വിളിക്കും. പുള്ളിയും പ്രൊഡക്ഷൻ സൈഡൊക്കെ പുള്ളിയായിരുന്നു നോക്കിയിരുന്നത്. ഇതൊരു ടീം വർക്ക് ആണല്ലോ. അതെ, ആ രീതിയിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനെ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. കൂടുതലൊന്നും ഫേസ് ചെയ്ത് വന്നിട്ടില്ല. ചെറിയ എല്ലായിടത്തും ഉള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ, അതല്ലാതെ നല്ലതായിരുന്നു. ഫീമെയിൽ പ്രൊഡ്യൂസറും കൂടി ആണല്ലോ. അപ്പം ഈ സെറ്റിൽ എത്രത്തോളം സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു? നമ്മുടെ കോസ്റ്റ്യൂം ധന്യ ആയിരുന്നു, ധന്യ ബാലകൃഷ്ണൻ. ആക്ടേഴ്സ് ഉമ്മച്ചേച്ചി, മറ്റേ ആവേശത്തിലൊക്കെ നമ്മുടെ നിരവ് ചേച്ചി, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് പറഞ്ഞു കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ വേറെ ഏതൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൈകടത്തിയിട്ടുണ്ട്? ഞാൻ ലെൻസാൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം നമുക്ക് എപ്പോഴും സിനിമ നമ്മുടെ ഒരു ഭയങ്കര താല്പര്യമാണല്ലോ, ഡിറക്ഷനാണല്ലോ എപ്പോഴും മനസ്സിൽ. അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ആക്ടിങ് ഉണ്ട്, പക്ഷെ അത് പേടിയായതുകൊണ്ട് മാത്രം മാറ്റി വെച്ചൊരു സാധനമാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പടത്തിനും
ഇങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള ഒരു പൊസിഷൻ വെച്ചല്ല. ഞാൻ വർക്ക് ചെയ്ത എല്ലാ കോസ്റ്റ്യൂം ചെയ്ത എല്ലാ പടത്തിലും ഞാൻ ഡയറക്ഷൻ സൈഡിൽ നിന്ന് എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ നിന്നിട്ടുണ്ട്. മധുബാൽ സാറിൻ്റെ കുപ്രസിദ്ധ പയ്യനിലും ഞാൻ മധുബാൽ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ലെൻ സാറിൻ്റെ മകരമഞ്ഞ്, ഇടവപ്പാതി, ക്രോസ് റോഡ്സ്, പിന്നെ ഞാൻ വേറെ പിന്നെ കോസ്റ്റ്യൂം ചെയ്ത പൈപ്പിൻ ചോട്ടിലെ പ്രണയം, വാരിക്കുഴിയിലെ കൊലപാതകം, ഇന്നു മുതൽ കുറേ ഉണ്ടപ്പോ ലിസ്റ്റില്. കുറച്ച് അപ്പൊ അത്യാവശ്യം ഈ പറയുന്ന പോലെ പഠനമായിരുന്നു. അതെ അതെ. എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ക്യാമറ. അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അല്ല. എനിക്ക് ക്യാപ്റ്റൻ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ നൗഷാദിക്കയുടെ കൂടെ ക്യാമറ അസിസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മുടെ ഫോക്കസ് പുള്ളർ ദീപക് ഏട്ടനുണ്ട്. ദീപക് ചേട്ടൻ ഞാനിങ്ങനെ പുള്ളിയുടെ ഇങ്ങനെ പഠിക്കും, ഇങ്ങനെ ഇന്ന ലെൻസ് ഇന്ന ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു അങ്ങനെ അവരെ ഇങ്ങനെ ഇത് ചെയ്യുന്നതിന്. എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ഇങ്ങനെ ചില ക്യാമറ ഒക്കെ ടെസ്റ്റ്, ഇങ്ങനെ പുതിയ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോറുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളോട്, സിനിമയിലെ ഹോൾ കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക് താല്പര്യം. ഈ ഒരു ഇത്രയും കാര്യങ്ങൾ കവറപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണല്ലോ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്ക് വരുന്നത്. അപ്പൊ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. എനിക്ക് അങ്ങനെ നമ്മളൊരു എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴും. അപ്പം എനിക്ക് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എനിക്ക് മിക്ക കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. ചില ടെക്നിക്കലി ചില കാര്യങ്ങൾ, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ, അതെല്ലാം പഠിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ചില സമയത്തൊക്കെ എനിക്കൊന്നും എന്താ പറയുക, പാൽപിറ്റേഷൻ ഭയങ്കര ഇത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും രസമായിരുന്നു ഈ ഒരു ഇത് ബാക്കിലോട്ട് നോക്കുമ്പോഴേ. അല്ല, രസമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഫീൽ ഉണ്ടല്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊരു പടം ഇറങ്ങി ഇത് വരുന്നോടം വരെ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പം ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ ഒരാളുടെ സ്ക്രിപ്റ്റിൽ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡയറക്ടർ എന്നുള്ളതിൽ ഏത് കാറ്റഗറി ഓഫ് സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്കെപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ ടൈപ്പ് പടങ്ങളും കാണും. ഞാൻ ഡയറക്റ്റ് ചെയ്യാനിരിക്കുന്ന പടം ത്രില്ലറാണ്. അപ്പോൾ പക്ഷേ എനിക്ക് എല്ലാ ടൈപ്പ് പടങ്ങളും എനിക്ക് ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഇപ്പം ഇനി അടുത്ത് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പടം അത് വേറെ ഒരു ടൈപ്പ് പടമാണ്. എനിക്ക് പല ജോണർ ചെയ്യാനാണ് ഇഷ്ടം. ഇങ്ങനെ ഒരേ നിൽക്കാൻ താല്പര്യമില്ല. ഇല്ല. പക്ഷെ എൻ്റെ ഫസ്റ്റ് പടം ത്രില്ലറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ കുറച്ച് ലേറ്റ് ആയ സമയത്ത് എനിക്ക് പല സ്ക്രിപ്റ്റുകൾ, അല്ലെങ്കിൽ ഈവൻ പ്രൊഡക്ഷൻ അല്ലെ വേറെ ഇതൊക്കെ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യാനൊക്കെ പല ഇതും വന്നായിരുന്നു. പക്ഷെ ഞാൻ ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക, ഈ ഒരു സ്ക്രിപ്റ്റിൽ മാത്രം. അതെ, നടക്കട്ടെ, അത് പെട്ടെന്ന് തന്നെ നടക്കും. ഞാൻ അഭിലാഷം എന്ന് പറയുന്ന സിനിമ കണ്ടു. ഒരു കുഞ്ഞ് ഫീൽ ഗുഡ് മൂവി എന്നുള്ള ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അഭിലാഷത്തിൻ്റെ ഈ ഒരു ക്രൂവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നിയ ഓരോ മൊമെന്റ്സ് ഉണ്ടോ? സിനിമയുടെ ഇതാണോ അതോ ലൊക്കേഷനോ? ലൊക്കേഷൻ ആണെങ്കിലും സിനിമയാണ്. ഞാൻ ഈ മൂവി ഷൂട്ട് ചെയ്ത് കണ്ടിട്ടേ, ഈ ക്ലൈമാക്സ് ഇത് ഞാനന്ന് രാത്രിയിൽ ഇത് കാണുക, ഷൂട്ട് ചെയ്തത്. അമ്മ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി സൈചേട്ടനെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്നുവെച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ എന്നിട്ട് സൈചേട്ടനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ സൈചേട്ടനെ കണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ഞാൻ സൈചേട്ടനെ ഞാൻ ഷംസുവിൻ്റെ അടുത്ത് തന്നപ്പോഴേ പറഞ്ഞു, ഷംസു എനിക്ക് ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി, എൻ്റെ കണ്ണ് നിറഞ്ഞു. എനിക്ക് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു സമയത്ത് സൈചേട്ടൻ ഇങ്ങനെ കയറി വരുമായിരുന്നു. അപ്പോൾ ഷംസ് പറഞ്ഞു, ആനിങ്ങനെ പറഞ്ഞു സൈചേട്ടൻ ഇങ്ങനെ ക്ലൈമാക്സ് കണ്ടിട്ട് ആനി നല്ല വിഷമമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ സൈചേട്ടനോട് ചോദിച്ചു, സൈചേട്ടൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന്. എന്നിട്ട് സൈചേട്ടൻ
ആ എന്ന് പറഞ്ഞു അങ്ങനെ. അപ്പോൾ ഞാനത് ആത്മാർത്ഥമായിട്ട് എന്നാന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരാളോടൊരു ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അയാൾ ചെയ്തത് ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് പറയണമല്ലോ. അപ്പം സൈചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് മനസ്സിലാവും ആ ക്യാരക്ടറിൻ്റെ ഇത്. അതിന് ഞാൻ എത്രയോ ആൾക്കാർ നമ്മളിലൊക്കെ ഒരാൾ അത് തന്നെയാണ് സൈചേട്ടൻ അതിനകത്ത്. അപ്പോൾ ആ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി, സന്തോഷം ഉണ്ടാക്കി. സിനിമയുടെ കാര്യം പറഞ്ഞു, ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു മൊമെന്റ്? ലൊക്കേഷനിൽ അങ്ങനൊരു മൊമെന്റ് ഇല്ലായിരുന്നു, ഞാൻ ഫുൾ ടെൻഷനിലായിരുന്നു. അത്ര ടെൻഷൻ ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ രസമായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷം ഉണ്ടായ മൊമെന്റ് എന്തായിരുന്നു എനിക്ക് അങ്ങനെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ ഒരു മൊമെന്റ്, അങ്ങനെ എന്തെങ്കിലും? സങ്കടം തോന്നിയ മൊമെന്റും കുറെ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ട് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. അത് അല്ല, സങ്കടം ഉണ്ടായ കുറെ മൊമെന്റ്സ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ഈ സങ്കടം ഉണ്ടായ മൊമെന്റ്സ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള അറിവില്ലായ്മ കൊണ്ടുള്ള വിഷമമാണോ, അങ്ങനെയുള്ള വിഷമമാണോ? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് പ്രൊഡക്ഷനിലോട്ട് നമ്മൾ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ അതൊന്നും ഇതല്ല. എന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് ഒരു ചെറിയ കാര്യം എനിക്ക് തോന്നുന്നു എനിക്ക് OCD ഉണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് ഈ പെർഫെക്ഷൻ അല്ലാതെ എന്തെങ്കിലും കണ്ട, അത് എന്ത് കാര്യമായാലും കണ്ട എനിക്കൊരു ബുദ്ധിമുട്ട് വരാറുണ്ട് പൊതുവെ. അപ്പോൾ അത് എന്നെ പെട്ടെന്ന് ഇത് ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പാർട്ട്ണറൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. എന്നതിനാ അമ്മു ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇത് വിഷമിക്കുന്ന അല്ലെങ്കിൽ കടുംപിടുത്തം പിടിക്കുന്നതെന്നൊക്കെ. സ്റ്റബേൺ, ഞാൻ കുറച്ച് സ്റ്റബേൺ ആന്ന് പുള്ളി പറയും. പക്ഷേ എനിക്ക് ആ പെർഫെക്ഷൻ ആയിട്ടുള്ള സാധനം കിട്ടാനായിട്ടുള്ള ചില കാര്യങ്ങളിൽ എനിക്ക് ഇച്ചിരി അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ എൻ്റെ കുഴപ്പമായിരിക്കാം. ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ WCC എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടല്ലോ, അവരിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതിനകത്തോട്ട് നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു പോയിട്ടേ ഇല്ല. ഞാൻ അവരുമായിട്ട് കോണ്ടാക്ടേ ചെയ്തിട്ടില്ല. അല്ല, എനിക്ക് അതിനകത്ത് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ WCC എന്നുള്ള ഒരു സംഭവത്തിലോട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഭിലാഷം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു. എൻ്റെ റിവ്യൂ എന്ന് പറയാനായിട്ട് ആ സിനിമ വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒന്ന് കണ്ടിരുന്ന ആസ്വദിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു കുഞ്ഞു സിനിമയാണ്. പക്ഷെ ഞാൻ കണ്ട ഒരു റിവ്യൂവിലെ തംബ്നെയിൽ എന്ന് പറയുന്നത് നിർഗുണ അഭിലാഷം. ഈ തംബ്നെയിൽ പറയുമ്പോഴേ ആൾക്കാർക്ക് അറിയാൻ പറ്റും അത് ആരുടെയാണെന്ന്. അപ്പോൾ ഈ നിർഗുണ അഭിലാഷം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഒരു റിവ്യൂ വന്നപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ആരാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത്. പൊതുവേ ഞാൻ മൂവി കാണാൻ പോകുമ്പോൾ കൂടുതൽ റിവ്യൂസ് ഒന്നും നോക്കത്തില്ല. നമുക്ക് കാണണം തോന്നുന്ന ഒരു മൂവി ഞാൻ പോയി കാണും. അങ്ങനെയാ ചെയ്യാറ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത്. എനിക്കറിയില്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ ഓരോ പടത്തിനെ പറ്റി. അതെ, അല്ലേ? തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ റിവ്യൂവർ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കാം പറഞ്ഞത്. തീർച്ചയായിട്ടും. പക്ഷെ അത് പറഞ്ഞപ്പോൾ ഏച്ചു വെച്ച് പറഞ്ഞ കണക്കാണ് എനിക്ക് തോന്നിയത്. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈജു കുറുപ്പിൻ്റെ അഭിനയത്തിനെ കുറിച്ച് പുള്ളിക്കാരൻ പറഞ്ഞു, വിഗൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ എന്തോ ചെയ്തു, പേടി വരുന്നു എന്നുള്ള രീതി പറഞ്ഞു. ആ ഒരു സിനിമയിൽ പുള്ളിക്കാരന് കൊടുത്തേക്കുന്ന കഥാപാത്രം അങ്ങനെയുള്ളൊരു കഥാപാത്രമായിരുന്നു എന്നുള്ളതാണ് അല്ലേ? അതെ. അപ്പോൾ സൈജു ചേട്ടൻ്റെ ഒരു ലൊക്കേഷനിലുണ്ടായിരുന്ന ഒരു എങ്ങനെയായിരുന്നു? പറഞ്ഞതിനേക്കാളും ഡേയ്സ് കുറച്ച് ഇതായിരുന്നു. പക്ഷെ സൈചേട്ടൻ ഓക്കെ ആയിരുന്നു. സൈചേട്ടന് ശരിക്കും പറഞ്ഞാൽ സൈചേട്ടൻ സെറ്റിലുണ്ടെന്ന് തന്നെ അറിയില്ല. പുള്ളിയുടെ വർക്ക് വന്ന് ചെയ്യും, പുള്ളി അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്. ഒരു ക്യാമിയോ റോളിൽ വന്നേക്കുന്ന ഒരു വ്യക്തി ഉണ്ട് അതിനകത്ത്. ഒരുപാട് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്ന നമ്മുടെ സ്വന്തം ഷൈൻ ടോൺ ചാക്കോ. പക്ഷേ പുള്ളി ചെയ്തേക്കുന്നത് വളരെ സട്ടിലായിട്ടുള്ള കാര്യമാണ് ചെയ്തേക്കുന്നത്.
വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞെടുത്തും ഈ പറയുന്ന റിവ്യൂവർ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തു വെച്ചു ഈ ഒരു ടോണിലാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഷൈൻ ടോം വന്നിട്ടാണെങ്കിലും എങ്ങനെയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളീനെ. ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയുടെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുള്ളതല്ലാതെ പേഴ്സണലി നമുക്കൊരു ഇത് ഐ മീൻ അടുത്ത് ഇത് കാണുന്നതൊക്കെ ഐ മീൻ വർക്ക് ചെയ്യുന്നതൊക്കെ ഈ ഒരു പടത്തിലാണല്ലോ. അപ്പോൾ എനിക്ക് എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനകത്ത് പുള്ളിയെ കൊണ്ട് ഒരു ഒന്നുമില്ലായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ സംസാരം ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പം ഞാൻ സംസാരിക്കുന്നതിനകത്ത് എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ അപ്പോൾ പുള്ളിയുടെ രീതി അതായിരിക്കാം സംസാരിക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ തിരിയായിക്കൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഒന്നും തിരിയാക എനിക്ക് ഞാൻ എത്ര പ്രാവശ്യം പടം കണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പൊക്കെ ഞാനതെല്ലാം നോക്കിയതാണ്. എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മുടെ ഇതിൽ തൻവിയാണല്ലോ ഹീറോയിൻ, പുള്ളിക്കാരി. പിന്നെ നീരജ് ചേച്ചി, ഉമ്മ ചേച്ചി, കോസ്റ്റ്യൂം ധന്യ, പിന്നെ എറിക്ക എന്ന് പറയുന്നൊരു കൊച്ചുണ്ടായിരുന്നു തൻവിയുടെ മോളായിട്ട്. ഭയങ്കര രസമാണ്. നമ്മുടെ തൻവിയുടെ ചെറുപ്പം ചെയ്തതും സൈചേട്ടൻ്റെ ചെറുപ്പം ചെയ്ത പിള്ളേർ ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. ഇമോഷൻസ് ഒക്കെ അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ തട്ടത്തിൽ ആ പാട്ടിനകത്ത് തന്നെ അത് കാണാൻ പറ്റും. സത്യമാണത്. അത് പ്രത്യേകിച്ച് കണ്ടപ്പോ ആ കാസ്റ്റിംഗ് ഉണ്ടല്ലോ, എക്സാക്ട്ലി അതേ കണക്ക് തന്നെ വളർന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെയാണ് രീതി വരും. അങ്ങനെ തന്നെയായിരുന്നു. മാറ്റി വെക്കേണ്ട ഒരു കാര്യമില്ല. നല്ല ആ രണ്ട് കുട്ടികളും ഈ പറയുന്ന പോലെ നിങ്ങൾ കാസ്റ്റിങ്ങിലൂടെ വന്നതാണോ അതോ? ഷംസു നമ്മളോട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഈ ക്യാരക്ടറിന്. അപ്പം നമ്മൾ നോക്കുമ്പോൾ സൈചേട്ടനായിട്ട് ഇതായിട്ടുള്ള കറക്റ്റായിരുന്നു. അപ്പം ഈ തൻവിയുടെ ചെറുപ്പം ചെയ്ത ആ കുട്ടി നിംന ഫാത്തുമി, അത് ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പം മലപ്പുറം. അതെ അതെ. അപ്പം അത് ഷംസു ഇങ്ങനെ കാണിച്ചിരുന്നു ഇങ്ങനെ. അപ്പം നമ്മളിങ്ങനെ കുറച്ച് ഇതിങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഓഡിഷന് വരാൻ പറഞ്ഞു. പുള്ളിക്കാരി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു, ഐ മീൻ പുള്ളിക്കാരിക്ക് മാത്രമേ ഓഡിഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ലൈക്ക് നോക്കുമ്പോൾ കറക്റ്റായിരുന്നു തൻവിയുടെ ആ ഒരു ഇതും ഒക്കെ ആയിട്ട്. സൈചേട്ടൻ്റെ ബാല്യം ചെയ്തത് വസുദേവ്. നല്ല നല്ല ഞാൻ എപ്പോഴും ഓർക്കും തട്ടത്തിലൊക്കെ കാണുമ്പോൾ അതിനകത്ത് ചില ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞ് എറിക്ക, ഞങ്ങളെ എക്കൂന്ന് വിളിക്കും, അവളും ഭയങ്കര ക്യൂട്ടായിരുന്നു. അഭിലാഷം കാണാതിരിക്കുന്ന അല്ലെങ്കിൽ കാണാത്തതായിട്ടുള്ള കുറച്ച് പ്രേക്ഷകരെങ്കിലും ഉണ്ടാകും. അപ്പം ഇപ്പം അഭിലാഷം റണ്ണിങ് സക്സസ്ഫുള്ളി ആണല്ലോ. ഇപ്പം എങ്ങനെയാണ്, ഫുൾ തിയേറ്ററൊക്കെ ഫിൽഡ് ആണോ? നമുക്ക് ഇപ്പോൾ ഈ 29th നമ്മൾ റിലീസ് ചെയ്തത്. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തിയേറ്റേഴ്സിലാണ് നമ്മളിപ്പം ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ തിയേറ്റേഴ്സ് കിട്ടിയാൽ നല്ലതാണ്. കാരണം നമുക്ക് ഇപ്പം ഈ പോയേക്കുന്ന എല്ലാ ദിവസവും ഹൗസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിലും. വൈകുന്നേരത്തെ ഷോസൊക്കെ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ഇന്നലെയൊക്കെ എന്നോട് രാത്രിയിൽ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, പിന്നെ ഒത്തിരി വെളുപ്പിന് വാളാഞ്ചേരിയിലൊക്കെ 2 ഷോയും ഹൗസ്ഫുള്ളായിരുന്നു എന്ന്. പിന്നെ കോഴിക്കോട് പല സ്ഥലങ്ങളിലും. അപ്പോൾ ആൾക്കാർക്ക് ചിലയിടത്ത് തിയേറ്റർ ഇല്ല ഇത് പടം കാണാനായിട്ട്. കാരണം ചില ആൾക്കാർ എന്നോട് പറഞ്ഞു ഒരു 20 കിലോമീറ്റേഴ്സ് അവർ പോയിട്ടാണ് ഈ സിനിമ കണ്ടതെന്ന്. അപ്പോൾ എനിക്ക് അത് ഒരു സൈഡിൽ കൂടെ കേൾക്കുമ്പോൾ വിഷമം ഉണ്ടെങ്കിലും ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് അവർ ഈ പടം കാണാൻ വേണ്ടി അത്രയും ദൂരം പോയല്ലോ. അത് 20 കിലോമീറ്റേഴ്സ് അതൊരു ഭയങ്കര നല്ലൊരു ഇതാണല്ലോ. പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നതുണ്ടല്ലോ ഒരു ഭയങ്കര ബുദ്ധിജീവി ഒരു സിനിമ ടൈപ്പ് അല്ലല്ലോ. നമുക്കൊരു സാധാരണ ആൾക്കാരിലേക്കുള്ള ഒരു സിനിമയാണ്. ഇപ്പം ഞാൻ ഒരു സാധാരണ ആളാണ്, എനിക്ക് എൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്ന ഫീലിങ്സ് ഒക്കെ ഉള്ളൂ അതിനകത്ത്. പിന്നെ ഭയങ്കര സിനിമയാണ് നമ്മളെങ്ങും ഇതല്ല, ഒരു ചെറിയ സാധാരണ സിനിമയാണിത്. ഇതിപ്പോൾ ഇത്രയും ഒരു കുഞ്ഞു സിനിമയാണെങ്കിലും നല്ല സിനിമയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ ഫാമിലിക്ക് എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷേ എന്നിട്ടും തിയേറ്ററുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് എന്താണ് റീസൺ ബിഹൈൻഡ്? അല്ല, അത് എന്താണെന്നറിയോ, അത്
എമ്പുരാൻ ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം, അതായത് റിലീസ് ചെയ്യാം. 29th ചെയ്യണ്ടെന്നുള്ളതായിരുന്നു ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായം. പക്ഷേ എനിക്കും എൻ്റെ പാർട്ട്ണറിനും ശങ്കർജി ഞങ്ങൾ പറഞ്ഞു 29th തന്നെ ചെയ്യാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് 31 അല്ലെങ്കിൽ 1 ആണ് ഈദ്. ഈദിന്റെ സമയത്ത് റിലീസ് അത് ഒരു പെരുന്നാൾ പടമായിട്ടായിരുന്നു നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിനകത്തെ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ആൾക്കാരിലേക്ക് നന്നായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഈദ് പടം എന്ന് നേരത്തെ വിചാരിച്ചായിരുന്നു. അപ്പോൾ ഒരു നമുക്ക് തിയേറ്റർ നമുക്ക് കുറച്ചാണ് ഉള്ളത്. നന്നായിട്ട് ഓടുവാണെങ്കിൽ അറിയില്ല എങ്ങനെയാ ബാക്കി കാര്യങ്ങളെന്ന്. അപ്പം ഈ റിലീസിൻ്റെ അതിൻ്റെ മീൻസ് തിയേറ്റർ കിട്ടാതിരിക്കുന്നതിൻ്റെ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഇല്ല, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തന്നെയാണ്, ഫിയോക് ത്രൂ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്കിന്ന് വിഷമമുണ്ടായ ഒരു കാര്യം, അല്ല ഇന്നലെ വൈകുന്നേരം ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് കണ്ടു, ചില സ്ഥലങ്ങളിൽ ഷോ ഇല്ലല്ലോ, എമ്പുരാൻ്റെ എന്താണ് ഇത് എന്താ എഫക്റ്റ് ആയിരിക്കും അല്ലേ, ഇന്നടുത്ത ഷോ കളിച്ചില്ലല്ലോ, ഞങ്ങൾ ചെന്നിട്ട് ടിക്കറ്റ് കിട്ടിയില്ല, അല്ല ഷോ ഇല്ലായിരുന്നു എന്നൊക്കെ. പക്ഷെ ഞാനത് റീകൺഫേം ചെയ്തു. ആ തിയേറ്ററിലൊക്കെ ഷോ ഉണ്ടായിരുന്നു ഈ 3 ദിവസവും. നമ്മൾ പടം ഇറങ്ങിയിട്ട് 3 ദിവസമാണ്. ഈ 3 ദിവസവും നമുക്ക് ഷോ ഉണ്ടായിരുന്നു ആ തിയേറ്ററിൽ അവർ കളിച്ചിട്ടും ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഫേസ്ബുക്കിലും അതിലും ഇതിലും ഒക്കെ ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പോസ്റ്റർ ഇട്ടിട്ട് ഇങ്ങനെ ക്യാപ്ഷനോടെ അല്ല, നമ്മളുടെ പേഴ്സണൽ മെസ്സേജ് ആയിട്ടല്ല, നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഈവൻ സൈജു ചേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും പോസ്റ്റിന് അടിയിൽ കമന്റ്സ് ആയിട്ടാണ് കമന്റ്സ്. ഇനി പോകെ മാറി വരുമെന്ന് തോന്നുന്നു. കാരണം അഭിലാഷം അത്രയും നല്ലൊരു സിനിമയായിട്ടാണ് ഇങ്ങനെ റണ്ണിങ് സക്സസ്ഫുള്ളി ആയിട്ട് പോകുന്നത്. സോ ഇനി പോകെ തിയേറ്റേഴ്സ് കിട്ടട്ടെ. അതെ. ഇതിപ്പോ നമുക്ക് ഈ മെസ്സേജസ് ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങള് സംസാരിച്ച, കാരണം അത് കഴിഞ്ഞ് പിന്നെ 2-3 പേരെന്നെ വിളിച്ചു, ഇവിടെ ഷോ ഇല്ല എന്ന് പറഞ്ഞ്, നമുക്ക് അവിടെ ഷോ ഇല്ലേ കാണാൻ പോവാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഇല്ലാന്ന് കാണുമ്പോഴേ അങ്ങനെ. പക്ഷെ അവിടെ ഷോ ഉണ്ട്. എമ്പുരാന്റെ വലിയൊരു തരംഗം നടക്കുകയാണല്ലോ. അപ്പൊ എമ്പുരാൻ സിനിമ കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോ കുറച്ച് ദിവസം ആയല്ലോ, അപ്പം അത് കഴിഞ്ഞ് എമ്പുരാൻ 27th നമ്മൾ 29th റിലീസ് ചെയ്തു. അപ്പോൾ എമ്പുരാൻ കണ്ട് എന്താ പറയാ, കുറെ ആൾക്കാരൊക്കെ ഇതും കൂടെ പോയി കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അഭിലാഷം സിനിമയും കൂടെ എല്ലാരും പോയി തിയേറ്ററിൽ കണ്ട് സക്സസ്ഫുൾ ആക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അഭിലാഷത്തിന്റെ പേരിങ്ങനെ ഹൈപ്പിലേക്ക് കയറി വരുന്നുണ്ട്. ഇനിയിപ്പോ എത്ര റിവ്യൂവും കാര്യങ്ങളും ആര് പറഞ്ഞു കഴിഞ്ഞാലും ഓരോരുത്തരെയും കാഴ്ചപ്പാടും കാണുന്ന രീതികളും വ്യത്യസ്തമാണ്. റിവ്യൂ കണ്ടു പോകാതിരിക്കുക, അഭിലാഷം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പ്രൊഡ്യൂസർ എന്നുള്ളവർക്ക് എന്താ പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ചില ആൾക്കാർ അങ്ങനെയാണ്, റിവ്യൂ കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷെ എനിക്ക് അഭിലാഷനെ പറ്റി പറയാനാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫീൽ ഗുഡ്, ഒരു ഫാമിലി, എല്ലാം ഫാമിലിക്ക് പോയി കാണാവുന്ന അങ്ങനത്തെ ഒരു പടമാണ്. വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സാധാരണ നല്ലൊരു മൂവിയാണ്. ഇതുവരെ കണ്ട ആൾക്കാരൊന്നും അങ്ങനെ മോശമായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് കേട്ടിട്ടില്ല. അത് മോശമായിട്ട് പറയാനായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെയ്തേക്കുന്ന സൈജു കുറുപ്പാകട്ടെ, തൻവി ആകട്ടെ, അർജുൻ അശോകനാകട്ടെ, ഷൈൻ ടോം ചാക്കോ ആകട്ടെ, എല്ലാവരും ഇതുവരെ നമ്മൾ കണ്ട സിനിമകളിൽ നിന്ന് വളരെ സട്ടിലായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. ഓവറായിട്ട് ആരും എക്സാജറേറ്റ് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് വളരെ കൂളായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. അതെ. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. സെറ്റിലും അങ്ങനെ വളരെ ശാന്തമായിരുന്നു. എന്നുവെച്ചാ ആക്ടേഴ്സ് ഒക്കെ നല്ല ഇതായിരുന്നു കേട്ടോ. നമ്മുടെ സെറ്റില് സൈചേട്ടനായാലും അർജുനായാലും ഷൈൻ ടോം ചാക്കോ ആയാലും ഒക്കെ
ഷൈൻ ടോം ചോക്കിക്ക് എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? നമുക്ക് ഒരു ചെറിയൊരു പോർഷനേ ഉള്ളൂ പുള്ളി. പക്ഷെ ചെയ്തതുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പുള്ളി വന്നപ്പോഴത്തേക്കും നമുക്ക് ക്രൗഡ് അവിടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു? നമുക്ക് അഭിലാഷമിന്റെ ലൊക്കേഷൻസ് നമ്മൾ കൂടുതൽ മുക്കം, മലപ്പുറം ഏരിയ, കോഴിക്കോട്, കോട്ടയ്ക്കൽ, നിലമ്പൂർ, അങ്ങനെ ആയിരുന്നു അതിന്റെ ലൊക്കേഷൻസ്. ഓക്കെ. അപ്പം ഓവറോൾ അഭിലാഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് നന്നായിട്ട് പോകട്ടെ. അഭിലാഷത്തിൻ്റെ ക്രൂ മെമ്പേഴ്സ്, മെയിൻലി നമ്മളെ ഡയറക്ടറാകട്ടെ സിനിമാറ്റോഗ്രാഫർ ആകട്ടെ, ഇവരുടെയൊക്കെ ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ലായിരുന്നു. അതിൻ്റെ ഡയറക്ടർ ഷംസു സൈബ. ഷംസു നമ്മുടെ മണിയറയിലെ അശോകൻ എന്ന് പറയുന്ന പടം ഡയറക്റ്റ് ചെയ്തിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് വന്നത് തന്നെ സൈജു ചേട്ടൻ എൻ്റെ പാർട്ട്ണർ ശങ്കർജീനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടം എന്നുള്ള രീതിയിൽ വന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഷംസുവിനെ അറിയാവുന്നത്. ഇതിൻ്റെ കഥ ജനിത് കാച്ചിപ്പള്ളി എന്ന് പറയുന്ന റൈറ്ററാണ്. പിന്നെ നമ്മുടെ DOP സജാദ് കാക്കു, എല്ലാവരും നല്ല ഇതായിരുന്നു. നമ്മുടെ മ്യൂസിക് ശ്രീഹരി നല്ല പാട്ട് നല്ലായിരുന്നു, ഒരുപാട് നല്ലായിരുന്നു. സജാദ് കാക്കുവിന്റെ കാര്യം പറയുകയാണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും നമ്മൾ കാണുമ്പോൾ ലൈക്ക് ഒരു ഒഴുകി ഇങ്ങനെ പോകൂലേ, ആ ഒരു ഫീലാ. അതെ, ഭയങ്കര നല്ലതായിരുന്നു. അതിൻ്റെ ഈ തട്ടത്തിൽ നിന്നുള്ള പാട്ടുകൾ ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാരെല്ലാം അത് പറയുന്നുണ്ടായിരുന്നു. ഐ മീൻ നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ ഇത് കാണുമ്പോഴും നന്നായിട്ടുണ്ടായിരുന്നു. കാക്കുവിൻ്റെ സിനിമാറ്റോഗ്രാഫി പരിപാടികൾ ഭയങ്കര രസമാണ്. ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ ആനും സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ കൂടിയതിന്, ഇത്രയും ബിസി ഷെഡ്യൂളിൽ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.